ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഫ്ലാഷ് വീക്ക്. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അജിയോ ഹോൾ വീഡിയോ ആണ് കേട്ടോ. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല. ഞാൻ ചെയ്യാന്ന് പറയുന്നല്ലാണ്ട് ഞാൻ ചെയ്യുന്നില്ല അല്ലെ. ഇപ്പൊ സംഭവം ഓരോന്ന് എനിക്ക് 2 മാസം മുമ്പേ കൊറോണ വന്നിട്ടുണ്ട്. 2-3 പ്രൊഡക്റ്റ് ഒക്കെ 2 മാസം മുമ്പ് എത്തിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റില്ല, എല്ലാം കൂടെ വന്നിട്ട് സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫൈനലി ഞാൻ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ അജിയോ ഹോൾ വീഡിയോക്ക് എനിക്ക് നല്ല റിയാക്ഷൻ കിട്ടിട്ടോ. കുറെ പേര് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ വരുന്ന ഡ്രസ്സസ് ആണെന്നൊക്കെ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണയും ഞാൻ എന്റെ കയ്യിലില്ലാത്ത അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ സംസാരിച്ചൊന്നും സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാട്ടോ. അപ്പൊ കഴിഞ്ഞ തവണത്തെ അജിയോ ഹോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ഓടിപ്പോയിട്ട് ഒന്ന് കാണാം കേട്ടോ. അപ്പൊ ഞാൻ അജിയോന്ന് ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ദേ ഈ ഒരു യെല്ലോ, വെറും യെല്ലോ അല്ല, മസ്റ്റാർഡ് യെല്ലോ ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. അപ്പം ഇതിന് നെക്ക് എന്ന് പറയുന്നത് വീനെക്കാണ്. എനിക്കിപ്പോ കറന്റ്ലി വീനെക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാനിപ്പോ വേറൊരു ഡ്രസ്സ് വീനെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലൗസ് ചെയ്യാൻ കൊടുത്തത് അതും വീനെക്കാണ്. ഓക്കെ, അപ്പം ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ആംഗിൾ സ്ലീവ് ആണ്. കുറെ പേര് എന്നോട് സ്ലീവിന്റെ നെക്കിന്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിനെന്താ പേര് പറയാന്നൊക്കെ. അപ്പൊ അതിനായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര റിലാക്സ്ഡ് ഫിറ്റ് ആണ്. അതിന്റെ നല്ല സുഖമാണ് ഇട്ടിട്ട് പോകാൻ വേണ്ടി. ഞാൻ ഒരു തവണ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരിയിലെ ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഡ്രസ്സിന്റെ പുറകില് കീ ഹോൾഡ് വിത്ത് ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. നമുക്ക് 2 ടൈപ്പായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളിത് ഇത് വി പോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, കണ്ടോ. പക്ഷെ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്ര ഈ ഒരു ഹോള്, ഈ ഒരു ഗ്യാപ്പ് കാണും. സോ നിങ്ങൾ ഇന്നർ ഇടാണെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ആയിട്ട് കിടക്കണമെങ്കിൽ കോഴ്സ് 2 ബട്ടൺസും കൂടി ഇട്ടാൽ മതി കേട്ടോ. 100% പ്യുവർ പോളിസ്റ്റർ ആണ്. നമുക്ക് കൈകൊണ്ട് കഴുകാം, മെഷീൻ വാഷ് കൊണ്ട് കഴുകാം, കോൾഡ് വാട്ടർ കൊണ്ട് കഴുകാം, എന്തായാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും കഴുകാം. ഇതിന്റെ കളറൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല, വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകത്തില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ കയ്യിലില്ലാത്ത പാറ്റേൺ ആണ്. സോ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എന്റെ കയ്യിലില്ല. പിന്നെ ഞാൻ ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് വാങ്ങിയത്. 450 ആയിരുന്നു ഇതിന്റെ പ്രൈസ്, ഓഫർ പ്രൈസ് ആണ്. സ്റ്റിൽ ഇപ്പൊ ഇന്നത്തെ തീയതി 11-ാം തീയതി, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ വെറും 250 രൂപക്ക് സാധനമാണ് ഓഫറിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ സങ്കടം വരും, പറഞ്ഞ കാര്യമൊന്നുമില്ല. ആ ഓഫറിന് കിട്ടിയത് ലക്കായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഓഫർ പ്രൈസിലും കാണുമ്പോൾ സഹിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് എന്റെ ആദ്യത്തെ പർച്ചേസ്. അജിയോന്ന് ഓർഡർ ചെയ്തത് ഈ ഒരു ആനിമൽ പാനൽ ടോപ്പാണ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആനിമൽ പ്രിന്റ് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വാങ്ങാൻ വേണ്ടി നോക്കുന്നൊക്കെ എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ്, പ്ലെയിൻ ആയിട്ടുള്ളത്. സോ എനിക്ക് അങ്ങനത്തത് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം നോക്കിയപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടം വരെ ആനിമൽ പ്രിന്റഡും താഴോട്ട് വരുമ്പോൾ ഈ 2 ഷെയ്ഡായിട്ട് വരുന്നതും, അതുപോലെ ഇതിന്റെ സ്ലീവിലും സെയിം ആണ്. പക്ഷെ ഇവിടെ ഒരു ബട്ടൺസ് 2 വരുന്നുണ്ട്. ആ ബട്ടൺസ് ഭയങ്കര ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഇതൊന്നും കൂടി ഉണ്ട്, അഴിഞ്ഞു പോയി, ഇട്ട് തരാം. ഓക്കെ, കണ്ടോ ഇതിന്റെ ബട്ടൺസ് നിങ്ങൾ കണ്ടോടാ. ഈ സ്ലീവിലത്തെ ഈ ബട്ടൺസ് വേറെ ഭംഗിയാണ് ഈ ടോപ്പിന് കൊടുക്കുന്നത്. ഇതും റിലാക്സ്ഡ് ഫിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര വലിയ കട്ടിയൊന്നും ഇല്ല. പക്ഷെ സാധനം അടിപൊളിയായത്. എനിക്ക് 300 സംതിങ് ഇത്ര ഓഫറിന് കിട്ടിയത്. ഇതും ഞാൻ നോക്കി വാങ്ങിയതാണ്. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒരു തവണ പക്ഷെ ആരും കണ്ടില്ല. ഈ ഹോൾ വീഡിയോ കാണിച്ചിട്ട് വേണം എനിക്കിതൊന്നും മര്യാദക്ക് ഇട്ട് പുറത്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. സംഭവം അടിപൊളിയാണ്. ഇതും മെഷീൻ വാഷ് ആട്ടോ, ഹാൻഡ് വാഷ് ആണ്, മെഷീൻ വാഷ് ആണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ സൂപ്പറാണ്. ഞാൻ മെഷീൻ വാഷിനെക്കാട്ടും ഹാൻഡ് വാഷ് ആണ് പറയാ, അത്ര കട്ടിയില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ ആനിമൽ പ്രിന്റഡ് വരുന്ന ഡ്രസ്സോ ടോപ്പോ ഒന്നും എന്റെ കയ്യിലില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയത്. ഇതിന്റെ ഐശ്വര്യത്തിന് എനിക്ക് ഇതേ വരുന്ന വേറൊരു ടൈപ്പ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറെങ്കിലും വീഡിയോ ഞാൻ ഇട്ടിട്ട് വരാം. അപ്പം എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ കുറച്ച് ഫേവറേറ്റ് ഉണ്ട് ഞാൻ വാങ്ങിയതിൽ, അതിൽ ബെസ്റ്റ് ആണ് കേട്ടോ ഇത്. സോ ഇതാണ് എൻ്റെ 2ാമത്തെ പർച്ചേസ്.
ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു ജീൻസ് ആട്ടോ. എൻ്റെ കയ്യിൽ ജീൻസസ് ഉണ്ട്, പക്ഷെ ഈ കളർ ജീൻസ് ഇല്ല. ഗ്രേ ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടാവും. യെല്ലോ ആൻഡ് വൈറ്റ്. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ, ഇപ്പൊ ഒരു ആനിമൽ പ്രിന്റിന്റെ ഡ്രസ്സൊക്കെ ഇതിനൊക്കെ നല്ല പക്ക മാച്ച് ആവുന്ന സാധനമാണ്. ഈ ബ്ലാക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു ഗ്രേ ഷെയ്ഡ് എടുത്ത അടിപൊളിയായിരിക്കും തോന്നി. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇതിന്റെ സൈഡ് ഇതേ ഒരു ബ്ലാക്ക് ലൈൻ പോലെ പോകുന്നുണ്ട്. ഇത് ഡ്രസ്സിന് പിന്നെയും ഭംഗി കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറൊന്ന് വെച്ചാൽ ഈ ജീൻസിന്റെ അടിയിലൊരു അപ്പ് ആൻഡ് ഡൗൺ പോലെ ഒരു ഏറ്റവും അടിയിലൊരു സംഭവം, ഒരു കട്ട്, അതും നല്ല രസമുണ്ട്. വെറൈറ്റി ആണ്, ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞത് ജീൻസ്, പ്ലെയിൻ ജീൻസ് ഞാൻ വാങ്ങാറേ ഇല്ല. എൻ്റെ കയ്യിൽ ജീൻസ് നിങ്ങൾ കണ്ടറിഞ്ഞു, ജീൻസിൽ എന്തെങ്കിലും കുത്തും വരയോ കോമോ പ്രിന്റഡോ സ്മൈലീസോ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നോർമൽ ജീൻസിനെക്കാട്ടും എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ്സോ കട്ടിങ്സോ ഒക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങും. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിയത്. പിന്നെ ഇത് എത്രയാ 700 എത്രയോ പറഞ്ഞു, പക്ഷെ ഓഫർ 500 സംതിങ്. അപ്പം ലാഭമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണടച്ച് വാങ്ങി. പിന്നെ എനിക്ക് സൈസിന്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് വന്നുള്ളൂ. അതായത് ഞാൻ പണ്ട് നല്ല തടിച്ചിട്ടായിരുന്നു. സോ എനിക്ക് ജീൻസ് ഒന്നും അധികം ഇടാൻ കോൺഫിഡൻറ്റ് ഉണ്ടായില്ല. ഇടുമായിരുന്നു, പക്ഷെ കോൺഫിഡൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഒന്നും ഇടില്ലായിരുന്നു. തടി കുറച്ചപ്പോൾ തന്നെ ഇപ്പം ഭയങ്കര ജീൻസ് ഒക്കെ ആയി. അപ്പം ജീൻസിന്റെ സൈസ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 30 കണ്ടപ്പോൾ ഞാൻ 30 എടുത്തു. ഇൻ കേസ് ഞാൻ തടിച്ചു പോവുകയാണെങ്കിൽ ഇടാലോ ചോദിച്ചു. പക്ഷെ എനിക്കിത് ലൂസായിരുന്നു. എനിക്ക് തോന്നുന്നു 28 ആയിരുന്നു തോന്നുന്നു. പണ്ടുള്ള 32 ഇട്ട് നടന്ന ആളാ. നല്ല തടി പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം 28. അപ്പം ആ സൈസിന്റെ ഒരു പ്രശ്നമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഞാനത് ഷേപ്പ് ചെയ്തു. ഇപ്പം ഇടാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 സൈഡ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തു, അത്രയേ വന്നിട്ടുള്ളൂ. കാരണം നമുക്ക് എങ്ങാനും 28 എടുത്തപ്പോൾ ഞാൻ തടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ സൈസ് കൂടി വാങ്ങി, ഒരു 30 എടുത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന്റെ ക്ലോത്ത് അടിപൊളിയാണ്. ഡെയിലി നമുക്ക് ഇട്ടിട്ട് പോവാം. പിന്നെ എന്നാ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളൊന്നുമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഞാൻ അജിയോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ദേ ഈ ഒരു ബ്ലൗസ് ടോപ്പാണ്. ലൈറ്റ് ഗ്രീൻ ആട്ടോ. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. അടിപൊളിയാണ്. ഇത് ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീനില് വൈറ്റ് ഡോട്ട് ആ ഒരു സംഭവം. ഇതിന്റെ സ്ലീവും പഫ് സ്ലീവാണ് സാധനം. ആൻഡ് ഇത് ഇത്രയേ ഉള്ളൂ. നിറച്ചിങ്ങനെ നിരക്കുന്ന ഷർട്ട് ബട്ടൺസ് പോകുന്നുണ്ട്. എക്സ്ട്രാ ബട്ടൺസ് ഒക്കെ ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയാണ്. ശരിക്കും ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ നമ്മൾ സ്റ്റൈൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യേണ്ടത് ബ്ലാക്ക് പലാസോ അല്ല ട്രൗസർ പാന്റ് ഒക്കെ ഇല്ല, അതിന്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യണം. എനിക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. ഞാൻ നോക്കി, പക്ഷെ എന്റെ സൈസ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി ഓഫർ വന്നപ്പോൾ. സോ ഇനി ഓഫറിന് ഞാൻ നോക്കും, അല്ലാണ്ടൊന്നും ഞാൻ വാങ്ങാൻ പോകുന്നില്ല. ഓക്കെ, ഈ ഒരു ഡ്രസ്സ് ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇട്ടിട്ട് കാണിക്കണമെങ്കിൽ ആ ട്രൗസർ വരണം. ജസ്റ്റ് ഇപ്പൊ ജീന്റെ കൂടെ ഞാൻ ഇട്ട് തരാം. പക്ഷെ ആ ഡ്രസ്സിന്റെ കൂടെ ഇടുമ്പോഴായിരിക്കും ഈ ഡ്രസ്സിന്റെ ഭംഗി മനസ്സിലാവുക. ഇതും ഓഫർ പ്രൈസ് ആണ്. ഇതിന്റെ ഷെയ്ഡ് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് ആയിരുന്നു. പക്ഷെ അതിനെക്കാട്ടും ഇതാണ് ഇഷ്ടപ്പെട്ടത്. എന്റെ ചേച്ചിന്റെ സെലക്ഷൻ ആയിരുന്നു. സോ ഇതെന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് എന്റെ അജിയോയിൽ നിന്ന് വാങ്ങിയ വേറൊരു ഔട്ട്ഫിറ്റ്. പാറ്റേൺ ഒക്കെ വരുന്ന ഒരു ഫ്ലെയർ കുർത്തി ആട്ടോ. ഇത് ഞാൻ 2-3 തവണയൊക്കെ പുറത്തിട്ട് മാറ്റിച്ചു. കയ്യിൽ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റെഡും കൂടി വന്നപ്പോൾ പറയണ്ട, നല്ല ഭംഗിയാണ്, ഒന്നും പറയാനില്ല. ഇതും ഒരു അപ്പർ ഡൗൺ സാധനമാണ്. കയറിയും ഇറങ്ങിയും കുറച്ചും കൂടി കയറിയും ഇറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ്. ഇതും ഒരു ബ്ലാക്ക് പലാസോ ഒക്കെ ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗിൻസിന്റെ ഒക്കെ കൂടിയും സ്റ്റൈൽ ചെയ്യാം, ജീന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. അതൊക്കെ അവരവരോ ഇഷ്ടം. സോ ഞാനിപ്പോൾ എല്ലാത്തിനും കൂടി സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അതിലത് എനിക്ക് ബ്ലാക്ക് പലാസോയാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. ഇതും ജസ്റ്റ് 299 രൂപക്കാണ് കിട്ടിയിട്ടോ. അയ്യോ, നല്ല രസമാണ്. നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. സോ ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം. നിങ്ങൾ വാങ്ങി ചെറിയൊരു പ്രൈസിനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള കുർത്തീസ് ഒക്കെ കിട്ടുമ്പോൾ അതും അജിയൊന്നും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതും നമുക്ക് മെഷീൻ വാഷ് ആണ്. 100% കോട്ടൺ ആണ്, കോട്ടൺ തുണിയാണ്. പിന്നെന്താ, എനിക്കിത് കുറെ തവണ ഇട്ടിട്ടും അലക്കിയിട്ടൊന്നും ഇതിന്റെ കളറൊന്നും എനിക്ക് പോകുന്നില്ല. ഞാൻ മെഷീൻ വാഷ് ആണ്, എന്നിട്ടും കളർ അതുപോലെ ഉണ്ട്. അപ്പം പ്രൈസിന് ക്വാളിറ്റി നോക്കുമ്പോൾ അടിപൊളിയാണ്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്.
ഒരു കുർത്തി തന്നെയാണ് ഓർഡർ ചെയ്തത്. സ്ട്രിപ്പഡ് റൗണ്ട് നെക്ക് ഒരു ഫ്ലെയർ കുർത്തിയാണ് സംഭവം. ഇതിന്റെ കളറും അടിപൊളിയാണ്. ഞാനിത് ഈസ്റ്ററും ചേച്ചിക്ക് എടുത്തു കൊടുത്തതാണ് കേട്ടോ. ചേച്ചിക്ക് മാത്രമല്ല, ചേച്ചിക്ക് എടുത്ത ഞാനിടും, വേറെ കാര്യം. സോ അവളുടെ ഡ്രസ്സ് എനിക്ക് തന്നു, എന്റെ ഡ്രസ്സ് ഞാൻ അവൾക്ക് മാറ്റി മാറ്റി ഞങ്ങൾ ഇട്ടു. സോ ഇതാണ് സംഭവം. നല്ല രസമാണെന്ന് കണ്ടാൽ പറയണ്ടല്ലോ. ഈ കളർ ഒരു രക്ഷയില്ല. ഇതില് ബട്ടൺസ് ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ കാര്യമാണ്. ഇത് നോക്കൂ, നെക്കിൽ കൊടുത്തവരെ വർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിന്റെ ഒരു ഭംഗി കൊടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സൈഡാണ്. ആൻഡ് സെക്കൻഡ് പറയുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ഡിഫറെന്റ്, അതായത് ലൈറ്റ് കളേഴ്സിന് നേരെ ഡാർക്ക് കളേഴ്സിലേക്ക് പോകും സംഭവം. സോ അത് നല്ല ഭംഗിയുണ്ട്. കളർ വൈസ് അടിപൊളിയാണ്. ഷേപ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് ഷേപ്പ് ചെയ്തിടുന്ന ഡ്രസ്സ് ഇഷ്ടമല്ല, ലൂസായിട്ട് അങ്ങ് കിടക്കണം പാറി പറഞ്ഞ്. സോ ഇത് മനസ്സിലായല്ലോ. ഇതും ചെറിയൊരു ഓഫർ പ്രൈസിന് എനിക്ക് കിട്ടിയതാണ്. 300 സംതിങ് എത്രയാന്ന് തോന്നുന്നു എനിക്ക് ഓഫർ പ്രൈസ് കിട്ടിയത്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ പ്രൈസിനൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള തുണിയുടെ കാര്യം പറയണ്ടല്ലോ. മെഷീൻ വാഷാണ് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇപ്പൊ മെഷീൻ വാഷാണ് കേട്ടോ. നമ്മൾ അജിയോന്ന് വാങ്ങുന്ന പകുതി മെഷീൻ വാഷാണ്. പിന്നെന്താ, കളറ് പോകുന്നില്ല, പെർഫെക്റ്റ് ആണ്. സോ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. ഒരു എലൈൻ കുർത്ത തന്നെയാണ്, ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് എനിക്കല്ല, എൻ്റെ ഫ്രണ്ട് പിച്ചിന് അറിയത്തില്ലേ, നമ്മുടെ ചലഞ്ച് വീഡിയോസിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് പുള്ളിക്കാരിക്ക് ഞാൻ എടുത്തു കൊടുത്തതാണ് കേട്ടോ. ഇതിലും ഒരു ഫ്ലോറൽ ഒരു പ്രിന്റഡ് വരുന്ന നെക്കിന്റെ ഒരു വർക്ക് ഉണ്ട്. എല്ലാം ബട്ടൺ ഷേപ്പിലാണ് സാധനം പോകുന്നത്. സൂപ്പർബാണ് കേട്ടോ. ഇതും 299 രൂപ. പക്ഷെ അത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. പക്ഷെ സംഭവം വേറെ ലെവലാണ്. കയ്യിലൊരു ചെറിയൊരു വർക്ക് പോകുന്നുണ്ട്, ജസ്റ്റ് ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് പോകുന്നുണ്ട്. ഞാൻ ഇത്രയും ഡ്രസ്സ് വാങ്ങിയിട്ട് എനിക്കൊരു കഷ്ണം ബട്ടൺസിൽ കുറെ കിട്ടുമായിരുന്നു, പക്ഷെ മാസ്ക് ഒന്നും ഇതുവരെ കിട്ടില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് കറക്റ്റ് മാസ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള മാസ്ക്. പക്ഷെ അവർക്ക് കുറച്ച് വലുതാന്ന് തോന്നി. ഇത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് വേറൊരു പർച്ചേസ്. ഓക്കെ, ഞാൻ അവസാനമായിട്ട് അജിയോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലെഗിൻസ്. നല്ല രസമാണ്. ഭയങ്കര കട്ടിയാണ് സാധനം. പൊതുവെ ലെഗിൻസിന് കട്ടിയൊന്നും ഉണ്ടാകത്തില്ല. നല്ല കട്ടി, ഒരു ജീനിന്റെ കട്ടിയുണ്ട് സാധനത്തിന്. ആൻഡ് വൈറ്റ് ലൈൻസ് വരുന്നുണ്ട്. പിന്നെന്താ, എന്തോ ലവ് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നല്ല പോളിസ്റ്റർ ആട്ടോ സാധനം. പോളിസ്റ്റർ ആണ്. മെഷീൻ വാഷ് ആണ്, ഓഫ് കോഴ്സ് മെഷീൻ വാഷ് ആണ്. പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. പ്രൈസ് വളരെ കുറവായിരുന്നു, ഓഫർ പ്രൈസിനായിരുന്നു. ഇതിന്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഭയങ്കര കട്ടിയാണ് സാധനം, ഒട്ടും ലൈറ്റ് അല്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള, നിങ്ങളെ കാണിച്ചിട്ടുള്ള അജിയോ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. എല്ലാ ഡ്രസ്സസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പോയിട്ട് വാങ്ങാം കേട്ടോ. ഓഫറിന് വാങ്ങാം. സൺഡേസ് ഒക്കെ പരക്കൻ ഓഫർ ഉണ്ടാവും. ഓഫർ എന്നൊക്കെ 1 ഓഫർ ഉണ്ടാവും. ഈ ഓഫർ വരുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. സോ നിങ്ങൾ നോക്കി വാങ്ങാം. പിന്നെ എന്താ പറയല്ലേ, ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനാബിൾ ചെയ്യുക. അതിലുള്ള ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചേഴ്സിലുള്ള വീഡിയോസിലൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ. ഓക്കെ, അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പട്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മ ഉണ്ടാതിരി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് ഞാൻ നെക്സ്റ്റ്. ഇതിനെന്താ പറ്റിയേ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ,
ശരിക്കും ഈ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് ഒന്നും മനഃപൂർവം. ഓക്കെ, ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ